പ്രമേയങ്ങളുടെ പ്രത്യേകത, അത്ഭുതകരമായ ആഖ്യാന ശൈലി, ഭാഷയുടെ സവിശേഷത ഇവ കൊണ്ടെല്ലാം തന്നെ ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് എം നന്ദകുമാർ. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സൈബർ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം നന്ദകുമാർ എഴുതിയ വാർത്തോളി സൈബർ സ്പേസിലെ പ്രണയനാടകം. അദ്ദേഹമാണ് ഇന്ന് ഡയലോഗ് പീഡിയയുടെ അതിഥി. നന്ദേട്ടൻ കവിത, നോവല്, ചെറുകഥ എല്ലാം എഴുതുന്ന ആളാണല്ലോ. എന്താണ് ഈ എഴുത്തിലേക്കുള്ള ഒരു അഭിനിവേശം? അങ്ങനെ ഇപ്പോൾ ഒരു ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ കുറച്ച് വിഷമമുള്ളൊരു സംഗതിയാണ്. ഈ ഓരോ മനുഷ്യനും അവരവർക്ക് താല്പര്യമുള്ള അഭിരുചിയുള്ള മണ്ഡലങ്ങൾ ഉണ്ടാവുമല്ലോ. ചില ആളുകൾക്ക് സംഗീതം, ചില ആളുകൾക്ക് ചിത്രമെഴുത്തായിരിക്കാം, വേറെ ഈ ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ താല്പര്യമുള്ള ആളുകളും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആത്മപ്രകാശനത്തിനുള്ള എനിക്ക് വഴങ്ങുന്നത്, ഒരു പരിധിവരെ എനിക്ക് വഴങ്ങുന്ന ഏറ്റവും നല്ല മാധ്യമം എഴുത്താണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ള എൻ്റെ ഒരു വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവങ്ങൾ കാരണം അങ്ങനെ ഞാൻ എഴുത്തിലങ്ങനെ നിന്നു പോയതാണ്. പിന്നെ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാത്ത കാര്യമാണ് എഴുത്ത് എന്ന് പറഞ്ഞ, പൊതുവെ കല എന്ന് പറഞ്ഞ പ്രക്രിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇവ നമ്മുടെ സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, അതേപോലെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, ഇതെല്ലാം യുക്തിയും കാര്യകാരണ ബന്ധങ്ങളും നമ്മുടെ കണക്കുകൂട്ടലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നെല്ലാം വിടുതൽ നേടി നമ്മുടെ ഈ സർഗാത്മകതയുടെ, ക്രിയേറ്റിവിറ്റിയുടെ മണ്ഡലത്തെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി സംശുദ്ധമാക്കി നിർത്തണം എന്നാണ് മിക്കവാറും ഓരോ എഴുത്തുകാരൻ്റെയും കലാകാരൻ്റെയും ഒക്കെ ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് പൊതുവെ ആളുകൾ പറയുന്ന ഈ ഉപയോഗയുക്തിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് അപ്പുറത്ത് നിന്നിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എഴുത്തിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു അഭിനിവേശത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരേ സമയം എന്നിൽ നിന്ന് രക്ഷപ്പെടാനും അതേസമയം എൻ്റെ അഭാവങ്ങളെ, എൻ്റെ അപൂർണതകളെ, എൻ്റെ അപകർഷതാബോധങ്ങളെ, കുറ്റബോധങ്ങളെ ഒക്കെ തന്നെ വേറൊരു തരത്തിൽ അഭിമുഖീകരിക്കാനും അഡ്രസ്സ് ചെയ്യാനുമുള്ള ഒരു മാധ്യമമാണ് എഴുത്ത്. മാത്രമല്ല എഴുതാനുള്ള ഒരു കാരണം, എഴുത്തുള്ള അഭിനിവേശത്തിനുള്ള ഒരു കാരണം, എഴുത്ത് അങ്ങേയറ്റം ആനന്ദം നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. എഞ്ചിനീയറിംഗ് പഠനവും IT മേഖലയിലെ ജോലിയും സാഹിത്യ ലോകവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് നേരിട്ടത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ തമ്മിൽ ഈ ഒരു പരസ്പര വിരുദ്ധമായ പൊരുത്തമില്ലാത്തൊരു മണ്ഡലമാണോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. നമ്മൾ അന്നത്തെ കാലത്ത് സാധാരണഗതിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഞാൻ വരുന്നത് പാലക്കാട് ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെയുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ സ്കൂൾ ടീച്ചേഴ്സാണ്. അപ്പോൾ എല്ലാ സ്കൂൾ മാഷന്മാരുടെയും മക്കളൊക്കെ എൻട്രൻസ് എഴുതുന്നതുകൊണ്ട് ഞാനും എഴുതുന്നു. പിന്നെ നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഈ സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രവുമായിട്ടുള്ള സയൻസിനുള്ള താല്പര്യമുണ്ട്. അപ്പോഴാണ് അങ്ങനെ നമ്മളത് എഴുതി അങ്ങനെ അബദ്ധത്തിൽ വീണ്ടും വന്ന് കിട്ടിയ ഒരു ആ എൻട്രൻസ് എഴുതി കിട്ടിയ ഒരു സംഗതിയാണ് എൻജിനീയറിങ്. അത് നമ്മൾ പഠിക്കുന്നു. ഒരു ഏകദേശം നമ്മളൊരു 3-4 കൊല്ലമൊക്കെ കഴിയാറാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പരിപൂർണമായിട്ടും എനിക്ക് പറ്റിയൊരു മേഖലയല്ല. പക്ഷേ ഒരു ജീവിതമോ
ബാധി നമുക്ക് ജോലി കിട്ടാനുള്ളൊരു അന്നത്തെ കാലത്ത് എളുപ്പമുള്ളൊരു ഡിഗ്രി എന്നൊക്കെ നിലയ്ക്ക് അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുത്ത് പൊതുവെ നമ്മൾ എന്തോ യുക്തിരഹിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങളൊരു വാക്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ് നിശ്ചയിക്കുമ്പോൾ, ഈ ഖണ്ഡികകൾ മുറിക്കുമ്പോൾ ഒരു കഥ ആദ്യം തൊട്ട് അവസാനം വരെ അതിൻ്റെ ഒരു അത് സ്ട്രക്ചർ തകിടം മറിച്ചിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ആദ്യമധ്യാന്ത പൊരുത്തമുള്ള കഥയാകാം. ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്തും അബോധപൂർവമായിട്ടുള്ള ഒരു യുക്തി അത് ഭാഷയ്ക്കകത്തും ഭാവനയ്ക്കകത്തൊക്കെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഈ എൻജിനീയറിംഗ് പഠനവും മറ്റേ IT മേഖലയിലുള്ള ജോലിയും ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ എഴുത്തിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള അബോധമായിട്ടുള്ള ഒരു യുക്തി പ്രവർത്തിക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ടാകാം. പിന്നെ നമ്മൾ ഇപ്പോൾ വലിയ എന്താ പറയുക, സയൻറ്റിസ്റ്റുകളുടെയും ശാസ്ത്രകാരന്മാരുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അവരെല്ലാം പല തരത്തിലുള്ള അങ്ങേയറ്റം നമ്മുടെ സാധാരണ എഴുത്തുകാരേക്കാൾ കൂടുതൽ വായിക്കുകയും മറ്റ് ഈ സംഗീതം മുതലായ മേഖലകളിലൊക്കെ അങ്ങേയറ്റം താല്പര്യമുള്ളവരും അതിൻ്റെ പ്രയോക്താക്കളും ഒക്കെ ആയിരുന്നു മിക്ക സയൻറ്റിസ്റ്റുകളും ഒക്കെ. അപ്പോൾ ഇത് രണ്ടും ഒരു പൊരുത്തപ്പെടാത്ത കാര്യമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു അതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദേട്ടൻ്റെ ഈ കഥകളിലും നോവലിലും ഒക്കെ രൂപപരമായിട്ടും ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ചിലതൊക്കെ ഈ പരമ്പരാഗത രീതിയിലൊക്കെ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഒറ്റ വരിയിൽ ഒരു കഥ, അല്ലെങ്കിൽ കാളിദാസൻ്റെ മരണം ഒരു നാടക രൂപത്തിൽ, ഇങ്ങനത്തെ ചില പരീക്ഷണം നടത്തുന്നുണ്ട്. ഇത് വളരെ റിസ്ക് ആയിട്ടായിരുന്നോ നന്ദേട്ടൻ തോന്നിയത്? അതൊരു റിസ്ക്കാണോ എന്ന് ചോദിച്ചാൽ അത് റിസ്ക് മാത്രമല്ല അതിൻ്റെ ഒരു സംഗതി. അതായത് ഇതിപ്പോൾ നമ്മൾ ഉള്ളടക്കവും രൂപവും, ഒരു കഥ, കവിത, അതിൻ്റെയൊക്കെ ഉള്ളടക്കവും രൂപവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് ഒരു എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്നൊരു ചർച്ചയാണത്. അത് പ്ലേറ്റോൻ്റെ കാലം തൊട്ട് തന്നെ അത് ഉള്ളടക്കമാണോ പ്രാമുഖ്യമുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ രൂപമാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുടെ ചർച്ചയുണ്ട്. നമുക്കൊരു ഇപ്പോൾ ഈ ഉള്ളടക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസിക്കുകൾ തൊട്ടിട്ട് ഏറ്റവും ഇപ്പോൾ പോസ്റ്റ് മോഡേണോ അല്ലെങ്കിൽ മറ്റേ ഉത്തരാധുനികതയ്ക്ക് ശേഷമുള്ളത് എന്നൊക്കെ പറയുന്ന ഈ കഥകളുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഈ പ്രമേയങ്ങൾ മിക്കവാറും നമ്മൾ ക്ലാസിക്കുകളിലുള്ളതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളുടെയും അതുപോലെ തന്നെ ഈ സംഘർഷങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും അതിൻ്റെയൊക്കെ വിവിധ തരത്തിലുള്ളൊരു വേരിയേഷൻസ് തന്നെയാണ് നമ്മൾ ഇന്നും ഈ കഥകളിലും നോവലുകളിലൊക്കെ കാണുന്നത്. ഈ മനുഷ്യാവസ്ഥയ്ക്ക് അത്രമാത്രം അനന്ത സാധ്യതകളൊന്നും ഇല്ലാത്തത് കൊണ്ടും ആ മനുഷ്യാവസ്ഥയ്ക്ക് ചില നിശ്ചിതമായിട്ടുള്ള ചില എന്താ പറയുക ചട്ടക്കൂടുകൾ കൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും പ്രമേയത്തിനകത്ത് ചില പരിമിതികളുണ്ട്. മറിച്ച് രൂപത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് ഓരോ കാലഘട്ടവും ചരിത്രഘട്ടവും നമ്മുടെ ഈ ഭാവനയ്ക്കനുസരിച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ ലോകത്തിനെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതിന് കാരണം ചരിത്രപരമായിരിക്കാം, ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, എന്താകാം, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ച് ഈ രൂപവും കോണ്ടൻറ്റും തമ്മിൽ, ഉള്ളടക്കവും തമ്മിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കെ തന്നെ എപ്പോഴാണോ ഈ രൂപവും ഉള്ളടക്കവും ഒന്നായി മാറി ഒരു നൃത്തരൂപത്തിലെത്തുന്നത് അപ്പോഴായിരിക്കാം ഒരു കലാസൃഷ്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഊർജം, അതിൻ്റെ ഒരു ആർജവം ഒക്കെ നേടിയെടുക്കുന്നത്. അപ്പോൾ മാത്രമല്ല അത് കുറേയൊക്കെ ഇപ്പം നിങ്ങൾ ചോദിച്ച ഒറ്റവരിയിലുള്ള കഥയാണെങ്കിലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കാളിദാസൻ്റെ മരണത്തിൽ ഒരു നാടകരൂപം സ്വീകരിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളടക്കവും രൂപവും തമ്മിലുള്ള ഒരു പ്രത്യേകതരം സൗന്ദര്യാത്മകമായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. അത് അല്ലാതെ എല്ലാം നമ്മളങ്ങനെ ബോധപൂർവം തീരുമാനിച്ചിട്ട് ഒരു എന്താ പറയുക ഘടന രൂപത്തിനെ മാറ്റിമറിച്ച് വിപ്ലവകരമാക്കണമെന്നൊന്നും വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൺട്രൈവ്ഡ് റൈറ്റിംഗ് എന്ന് പറയും. ഈ ബലം പിടിച്ചിട്ടുള്ള അങ്ങനത്തെ പരീക്ഷണങ്ങളും
അതൊന്നും അധികകാലം അങ്ങനെ നിൽക്കാറുമില്ല. പിന്നെ മാത്രമല്ല ആളുകൾക്ക് അത് വായിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഒരു ബലപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുത്താണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഭാവനയുടെ ഏതോ ഒരു മണ്ഡലത്തിൽ നടക്കുന്നൊരു സംഗതിയാണ് രൂപപരമായ പരീക്ഷണവും. അതൊരു വെറും യുക്തിയുടെ കാര്യമല്ല. ഈ നന്ദേട്ടൻ്റെ നോവൽ നീറെങ്കൽ ചെപ്പേടുകൾ അതൊരു ആക്ഷേപഹാസ്യമായുള്ള ഒരു നോവലായിരുന്നു. ആ കൃതിയെക്കുറിച്ചൊന്ന് പറയാമോ? നീറെങ്കിൽ ചെപ്പേടുകളുടെ കുറേ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടുമുട്ടിയ സമയത്ത് നമ്മൾ പഞ്ചായത്ത് ദ്രോഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർഡ് ദ്രോഹി, പഞ്ചായത്ത് ദ്രോഹം എന്നൊക്കെ പറഞ്ഞ ചില ടേംസ് ഒക്കെ അന്നാണ് നമ്മളത് കോയിൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ആശങ്ക അല്ലേ? ഇന്ത്യയെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പോൾ വളരെയധികം ആശങ്ക തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ നമുക്കറിയാം ഇതൊക്കെ എത്രമാത്രം നമുക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും, നേരിട്ട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും. ഇപ്പോൾ എമ്പുരാൻ മാത്തായ സിനിമ, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എമ്പുരാൻ മാത്തായ സിനിമയാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു വിമർശനം എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് ഈ ഫാസിസത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു കൊറിയൻ ഗെയിമിനകത്ത് പച്ചക്കറി ചെറിയ കുട്ടികൾ വളരെ വേഗത്തിൽ അരിഞ്ഞിടുന്നത് പോലെ ഈ വയലൻസ് അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഫാസിസത്തിനെ എതിരിടാൻ വേറൊരു വയലൻസ് എന്നുള്ള ലെവലിലുള്ള ഒരു സംഗതി, അത് ഈ കൊറിയൻ സിനിമയും നമ്മുടെ എന്താ പറയുക അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വയലൻസിന് വളരെയധികം ഊന്നൽ നൽകുന്ന ഒരു സിനിമ, വെബ് സീരീസ് ഉണ്ട്. ഓക്കെ, എനിക്കറിയില്ല ആയിരിക്കാം, അതിപ്പോൾ ഈ സെഡ്ജെന്നോ ന്യൂജെന്നിൻ്റെ ഒക്കെ പറയുന്നതിൻ്റെ സംവേദനത്തിൻ്റെ ഒക്കെ ഭാഗമായിരിക്കും, എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന ഒരു ആശയപ്രകാശനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാധ്യമത്തെ എങ്ങനെയൊക്കെ വേട്ടയാടാം എന്നുള്ളതിൻ്റെ സംഗതികളാണ് നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞതിന് വേറൊരു തരത്തിലുള്ള അധികാരത്തിനെ വിമർശിക്കുന്നതിനുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ടൂള് തന്നെയാണ് ആക്ഷേപഹാസ്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഭാഷയുടെ ചില പ്രത്യേക തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താം. പിന്നെ ഈ നേരിട്ട് പറയാതെ നമുക്ക് പഞ്ചായത്ത് ദ്രോഹവും വാർഡ് ദ്രോഹി എന്നുള്ള ചില പദപ്രയോഗങ്ങളിൽ കൂടെയൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ചും എങ്ങനെയാണ് ഫാസിസം നമുക്ക് ഉള്ളിലും നമുക്ക് പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ധാരണയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആ പുസ്തകം നിൽക്കാനിടയുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് വായനക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്കിൻ്റെ ഭാഗമായി, റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ ആസ്വദിച്ച ആളുകളുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ എനിക്കിപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയലൻസ് കുറച്ച് കൂടിപ്പോയി സംശയമുണ്ട്, ഹാസ്യത്തിന് പകരം. അങ്ങനൊരു അതാണ് ആ പുസ്തകത്തിനെ കുറിച്ച് പറയാനുള്ള കാര്യം. നന്ദേട്ടൻ്റെ കഥകൾ അച്ചടിച്ച് വരുന്നത് ഏതാണ്ട് 90-കൾക്ക് ശേഷമാണ് അല്ലേ? അപ്പം വായില്ലാ കുന്നിലെ അപ്പനൊക്കെ കലാകൗമുദിയിൽ ആദ്യത്തെ കഥയായിട്ട്, ഓണപ്പത്തില്, പിന്നെ കലാകൗമുദിയിലാണ് പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഥകളൊക്കെ അല്ലേ? അതെ. അതിനിടയ്ക്ക് ഒരു ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിരുന്നു എഴുത്തിലേക്ക് നോക്കി അല്ലേ? ഈ ഇടവേളയിൽ എന്താണ് സംഭവിച്ചത്? ഇടവേളയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇടവേളയുടെ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം വിട്ടുനോക്കിയിട്ട് നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അറിയാം, ഒന്ന് നാടും ഭാഷയൊക്കെയുള്ള നമ്മുടെ ഒരു ബന്ധം നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഒരു ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്തരേന്ത്യയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യണം. അത് പിന്നെ ആ ജോലിയുടെ ഒരു പ്രത്യേകത ഇത് കാരണം അതിൻ്റെ ഒരു ഈ യാത്രകളും നമ്മളെ തളർത്തുന്ന ഒരു തരം ജോലി തന്നെയാണ്. നമുക്ക് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്ന ജോലികളൊന്നും അല്ല, അതൊന്നും കഴിഞ്ഞുകൂടാൻ വേണ്ടി ചെയ്യുന്ന ജോലികളാണ്. പിന്നെ മാത്രമല്ല അന്നത്തെ ഒരു കാലത്ത് ഈ ഇന്നത്തെ പോലെ എഴുത്ത് എന്ന് പറഞ്ഞൊരു സംഗതി, എഴുത്ത് എന്ന് പറഞ്ഞതിനെ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ,
ഈ ചന്തയുടെ കോലാഹലമൊന്നും അന്ന് ഇത്രമാത്രമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള എനിക്ക് 2-3 പ്രശ്നങ്ങളാണ് പറ്റിയത് എഴുത്ത് നിർത്താൻ. ഒന്ന്, എൻ്റെ ഒരു ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഈ മാധ്യമത്തിനെ കുറിച്ചും എഴുത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അമിതമായ നമ്മൾ ആവശ്യമില്ലാതെ തലയിലെടുത്ത് വെച്ചൊരു ഭാരം. അതായത് നിങ്ങൾക്കിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ വിട്ടിത്തരം തോന്നുന്നു. അതുപോലത്തെ ചില സംഗതികളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ മലയാള ഭാഷയിൽ എല്ലാ ക്രിയാപദങ്ങളും ഇകാരം അല്ലെങ്കിൽ ഉകാരത്തിലാണ് അവസാനിക്കുക. വന്നു, ഇരുന്നു, പോയി, കരഞ്ഞു. അപ്പോൾ അത് കാരണം നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുമ്പോഴും മിക്കവാറും അവൻ വന്നു, അവൾ നടന്നു, ചായ കുടിച്ചു, കരഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനൊരു എന്താ പറയുക, നമ്മൾ ഈ ടോണൽ വേരിയേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഉകാരത്തിലും വികാരത്തിലും മാത്രം വാക്യങ്ങൾ അവസാനിക്കാൻ വിധിക്കപ്പെട്ടൊരു ഭാഷയിൽ എങ്ങനെ എഴുതും എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ വേറൊരു യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ ഭാഷ, ഞാൻ ഈ വായില്ലാ കുന്തിലപ്പൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആദ്യത്തെ കഥ ശരിക്കും അറപ്പറ്റി. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1992 എസ് ജയേന്ദ്രൻ നായർ അദ്ദേഹം പത്രാധിപരായിരുന്ന സമയത്താണ് അത് ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ കഥ അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കുകളായിട്ട്, ആ കഥയിൽ തന്നെ ഉപയോഗിച്ച ഓരോ വാക്കുകളായിട്ട് നഷ്ടപ്പെടുന്നു. ഉജ്ജയിനി, പാൽപ്പായസം, ഗൗളി, അങ്ങനെ ആ കഥയിൽ ഉപയോഗിച്ച വായില്ലാങ്കുന്ന്, ഇത്തരം പദങ്ങൾ അതിലെ പ്രധാന കഥാപാത്രമായ അച്യുതൻകുട്ടി ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് അക്ഷരമാല തന്നെ ഇല്ലാതായിട്ട്, പിന്നെ ആ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യാക്ഷരം, അതിൻ്റെ ഈ ആ എന്നെഴുതുമ്പോഴുള്ള വളവുകളും കുനിവുകളും നിവർന്ന് അതൊരു നേർരേഖയാകുന്നു, ഒരു രേഖാഖണ്ഡം ആകുന്നു ചെറുത്. അത് ചുരുങ്ങി വന്ന് ഒരു ബിന്ദുവാകുന്നു. ആ ബിന്ദു അപ്രത്യക്ഷമായി ഈ വാക്കും ഭാഷയും ചിന്തയും എല്ലാം നഷ്ടപ്പെട്ട ഒരു കൃഷ്ണശിലയായി രൂപാന്തരീകരണം സംഭവിക്കുകയാണ് ആ പ്രധാന കഥാപാത്രത്തിന്. അത് നമ്മൾ ചില കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അറപ്പറ്റത് ഈ കാർദവന്മാർ പറയും. അതുപോലെ എനിക്കും അതങ്ങനൊരു സംഭവമാണ് ഉണ്ടായത്. അത് എന്നുള്ള കാര്യമൊന്നതാണ്, ഈ ഭാഷയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. നമ്മുടെ അനാവശ്യമായിട്ടുള്ള എഴുത്തിനെ കുറിച്ചിട്ടുള്ള ആദികൾ, യഥാർത്ഥത്തിലുള്ള കൺഫ്യൂഷൻ, എങ്ങനെ എഴുതണം, എന്തെഴുതണം എന്നറിയാത്തൊരു പ്രശ്നം. ഈ നേരത്തെ നമ്മൾ സംസാരിച്ച എഴുത്തിന് നിങ്ങൾക്ക് എല്ലാ സമയത്തും ആശയങ്ങളുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫോം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ആവിഷ്കരിക്കാനുള്ളൊരു മാതൃക കണ്ടു കിട്ടാത്തതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മൾ അന്നത്തെ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഒരു അരാജകത്വം, അനാവശ്യമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കും പറയാം, കുറ്റബോധം കൊണ്ട് പറയല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് തകർച്ചകളും സംഭവിച്ചു. ഒരു പേഴ്സണൽ ലൈഫിനകത്ത് ഒരുപാട് തകർച്ചകൾ സംഭവിച്ചു. അതെല്ലാം കൂടി എഴുത്തായിട്ട് മാറ്റാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല, ഇതുവരെയും സാധിച്ചിട്ടില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ എഴുതാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കവിതാ സമാഹാരം ചെന്നൈ വഴി തെറ്റിയവരുടെ അതിൽ ഒറ്റ നഗരത്തെക്കുറിച്ചുള്ള കവിതകളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഒരു നഗരം കേന്ദ്രീകരിച്ച് മാത്രം കവിതകൾ എഴുതിയിട്ട് ആ സമാഹാരത്തിലുള്ള കവിതകളൊക്കെ ഒരു നഗരത്തിൽ മാത്രം സംഭവിക്കുന്നതാണല്ലേ? അത് കവിതകൾ ഞാൻ യഥാർത്ഥത്തിൽ എഴുതാൻ തുടങ്ങിയത് ഈ കഥ നഷ്ടപ്പെട്ടപ്പോൾ ഈ നമുക്കൊരു എളുപ്പവിദ്യ കൂടിയാണെന്ന് വിചാരിച്ചിട്ടാണ് കവിതകൾ ഉണ്ട്. പിന്നെ എഴുതുക, പിന്നെ അത് കവിത എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് കഥ എഴുതുന്നതിനേക്കാളൊക്കെ തന്നെ അങ്ങേയറ്റം സങ്കീർണവും ഒക്കെ ആയിട്ടുള്ള പ്രക്രിയയാണ്. പക്ഷെ അന്നത്തെ ഒരു ഇതുകൊണ്ട് ഈ മുറിഞ്ഞുപോയ ഭാഷയും ഒക്കെ ആയതുകൊണ്ട് വരിമുറിച്ചെഴുതുന്നു എന്നുള്ളതല്ല, കവിത എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ശ്രദ്ധമായ നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും ആലോചനകളും വൈകാരികമായ തകിടം മറിച്ചിലുകളും ആവിഷ്കരിക്കാനുള്ള ഒരു മാധ്യമം. ഞാൻ കവിത മുന്നേ എഴുതുമായിരുന്നു, പിന്നെ അടുക്കാലത്ത് വിട്ടുപോയതാണ്. അങ്ങനെ രണ്ടാമത് എഴുതി തുടങ്ങിയതാണ് ഈ നഗരക്കാഴ്ചകളല്ലേ കൂടുതലും. അങ്ങനെ അപ്പോൾ അത് എഴുതി. അതെ, അപ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞൊരു ജോലി ഒരു സംഗതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മദ്രാസിൽ ചെന്ന് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാനന്നത് വടവളനി എന്നുള്ളൊരു സ്ഥലത്ത് ആണ് ജീവിക്കുന്നത്. അപ്പോൾ ജോലി സമയം കഴിഞ്ഞാൽ നമ്മളവിടെ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്ക് പോകുന്നു. അപ്പോൾ രാവിലെ നഗരത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഈ ഫിൽറ്റർ കോഫി ഇഷ്ടമായതുകൊണ്ട് ഫിൽറ്റർ കോഫി കിട്ടുന്ന കടകളുണ്ട്. പിന്നെ വൈകുന്നേരം നമ്മൾ തന്നെ ഈ പാചകം ഇതൊക്കെ ചെയ്യും. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പച്ചക്കറിയും പലചരക്കൊക്കെ വാങ്ങുന്ന
ആളുകളുടെ കടകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അതുവഴിക്ക് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഓരോ സമയത്തും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കാപ്പിക്കടക്കാരൻ നമ്മളെ വിഷ് ചെയ്യും, കടക്കാരൻ, അങ്ങനെ നമ്മൾ തെരുവിൽ പരിചയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അതിനകത്തൊരു ഇളനീര് ഉന്തി നടക്കുന്ന ഒരു അതൊക്കെ ഈ കവിതയിൽ വരുന്നുണ്ട്. ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ രാവിലെ എനിക്ക് ഇളനീര് ഇതൊക്കെ തരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ മൂപ്പര് മദ്യപിക്കാനുള്ള പൈസ കടം ചോദിക്കും. അത് അടുത്ത ദിവസത്തെ ഇളനീരിലാണ് അത് സംഗതി കോമ്പൻസേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു നമുക്ക് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള ഈ മനുഷ്യസ്നേഹവും അടുപ്പവും ഒക്കെ അനുഭവപ്പെടുന്നൊരു നഗരമാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മദ്രാസ്. മാത്രമല്ല അതിൻ്റെ ഒരു ദ്രവീഡിയൻ വീര്യം തന്നെ ആയിരിക്കാം നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി എനിക്ക് തോന്നിയത്. അത് അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തോന്നും. ആ ഒരു അനുഭവങ്ങളെ ഒരു നഗരത്തിലെത്തിയപ്പോൾ കവിതയായിട്ട് മാറിയിട്ടുള്ളതാണ് ഈ ആ പറഞ്ഞ പുസ്തകം ചെന്നൈ വഴിതെറ്റിയവരുടെ യാത്രാവിവരണം. ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും പെട്ടെന്ന് വഴിതെറ്റും ചെയ്യും. അപ്പം അത് കാരണം ആഫ്രിക്കയെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചൊക്കെ ഈ വിദേശ പശ്ചാത്തല കഥകളുണ്ട്. അത് അത്തരം കഥകൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കൊരു വലിയ ക്യാൻവാസിലൊക്കെ ഒരു സാധനം അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ ഈ സത്യത്തിൽ നമ്മൾ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതെ. നമ്മൾ കുട്ടിക്കാലത്ത് മറ്റേ വായിക്കുന്ന റഷ്യൻ നാടോടി കഥകളിൽ ഇപ്പൊ റൊട്ടി വളയം എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അതെന്താണെന്ന് നമുക്കന്ന് അറിയില്ല. അന്ന് റൊട്ടി വളയം തിന്നാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവും ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്ന ഡോനറ്റ്സ് ആണ്. അപ്പൊ റൊട്ടി വളയം അങ്ങനെ നമ്മൾ നാടോടി കഥകളിൽ വായിക്കുന്നുണ്ട്. പിന്നെ ഈ ചൂലിൽ പറക്കുന്ന ബാബായാഗ എന്ന് പറഞ്ഞിട്ടുള്ള യക്ഷിയെക്കുറിച്ച് റഷ്യൻ നാടോടി കഥ അറിയാം. അതേപോലെ അമേരിക്കൻ സംഗതികളൊക്കെ നമ്മൾ വായിക്കും. അപ്പൊ ഒക്കെ നമ്മുടെ ഉള്ളിൽ വേറെ തരത്തിലൊരു പ്രദേശം ഈ വായനയിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു വില്ലേജിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ആഗോളമാകാൻ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്ലോബലി ലോക്കൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. പക്ഷേ അത് എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ദസ്തയേവ്സ്കി കുറ്റവും ശിക്ഷയ്ക്കകത്ത് റാസ്കോൾനിക്കോവ് ആ പലിശക്കാരിയെ കൊന്നതിന് ശേഷം സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഈ മഞ്ഞ് നിറഞ്ഞ പരിസരത്ത് അവിടുത്തെ ചാരായക്കിടങ്ങുകൾ കൂടെയും ഈ പാതകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വിഭ്രാന്തിയോട് കൂടി നടക്കുമ്പോൾ വേറൊരു സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉയർന്നു വരും. ഈ സ്ഥലത്തിന് തുല്യമായിട്ടുള്ളൊരു സ്ഥലം ചിലപ്പോൾ നിങ്ങൾ ഭൂപടത്തിലോ അല്ലെങ്കിൽ ഈ GPS വെച്ചിട്ടോ ഒന്നും നമുക്ക് കിട്ടില്ല. അത് സാഹിത്യത്തിലുള്ള സ്ഥലമാണ്. മറിച്ച് ഈ നമുക്ക് ഇങ്ങനെ ഭൂമിയിലുള്ള വിവിധ സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനജീവിതങ്ങളെക്കുറിച്ചിട്ടും അവരുടെ ചരിത്രം, അവരുടെ ഒരു കാലാവസ്ഥ, ഭൂപ്രകൃതി, ഒമാനെ കുറിച്ചിട്ടൊക്കെ ഒമാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഭയങ്കര മാന്ത്രികമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒമാൻ്റെ ഒരു ഭൂപ്രകൃതിയും എല്ലാം തന്നെ. അപ്പോൾ അത് നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സന്ദേഹങ്ങളും മറ്റതൊക്കെ തന്നെയാണ് വേറൊരു എന്താ പറയുക രാസപരിണാമം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു രാസപ്രക്രിയയിലൂടെ കടന്നു പോയിട്ട് അത് കഥകളായി മാറി. അങ്ങനെ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട് ആഫ്രിക്കയും പിന്നെ അമേരിക്കയൊക്കെ പശ്ചാത്തലത്തിൽ. ഞാൻ അവിടെ അതേ സമയത്ത് തന്നെ സ്വന്തം ഗ്രാമത്തെ കുറിച്ചിട്ടും എഴുതുന്നുണ്ട്. അത് നമ്മളെവിടെ പോയി കഴിഞ്ഞാലും ഈ എന്താ പറയുക ഒരു ചെറിയത് അവിടെ ഒരു കുഴപ്പം പോലെ. സത്യം പറയുക ഞാൻ ജനിച്ചു വളർന്ന ശ്രീകൃഷ്ണപുരത്തും അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ എൻ്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് മാത്രമാണ് എനിക്ക് ഈ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊക്കെ പിടികിട്ടും. അല്ലാതെ നമ്മളിപ്പോ ഒരു ബോംബെ പോലൊരു നഗരത്തിൽ എവിടെയെങ്കിലും ചെന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് എവിടെ കിഴക്ക് വടക്ക്. ഇതൊക്കെ വളരെ സാങ്കല്പികമായി മനുഷ്യന്മാരെ ആവശ്യമില്ല നാട്ടിലെത്തിയതൊക്കെ. അപ്പൊ നമ്മൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്ഥലത്തിന്റെ ഒരാദിമ ബിന്ദുവായിട്ട് കിടക്കുന്നത് ഈ ജനിച്ച പ്രദേശം തന്നെയാണ്. അത് അതിന്റെ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ആദ്യമായിട്ട് ലോകവും പ്രപഞ്ചവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ബന്ധപ്പെട്ടത് ആ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നായതുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഒരു വിപുലീകരണമായിട്ട് മാത്രമാണ് ഭൂഗോളത്തിനെയും മാപ്പിനെയും അല്ലെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകും. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൻ്റെ വലിയൊരു രൂപമാണ് എന്നെ സംബന്ധിച്ചോളം ഗൂഗിൾ മാപ്പ്. എന്തേട്ടാ ഒരു വീട്ടിൽ 2 എഴുത്തുകാർ, ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു
കാര്യം? സാധാരണഗതിക്ക് ഒരു വീട്ടിൽ അത് അപൂർവമായുള്ള ചില അവസ്ഥകളാണ്. അതെ, ഇത് സത്യത്തിൽ നമ്മുടെ ഒരു കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരും എഴുത്തുകാരുക ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ ഒരു വീട് എന്നുള്ളൊരു സങ്കല്പവും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഞാൻ സാധാരണ എന്തെഴുതിയാലും, കഥ എഴുതിയാലും കവിത എഴുതിയാലും അല്ലെങ്കിൽ ലേഖനം ആണെങ്കിലൊക്കെ തന്നെ അതിൻ്റെ ആദ്യത്തെ വായനക്കാരി ശുഭ തന്നെയാണ്. പക്ഷെ തിരിച്ചങ്ങനെയല്ല, എന്നെ കാണിക്കാറില്ല. മാത്രമല്ല അതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ശരിയായിട്ടില്ല, അതിങ്ങനെ ഒരിക്കലും ആളുടെ ഒരു കൺഫ്യൂഷൻ മാറാറുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രസിദ്ധീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലാണ് അങ്ങനെ ഒരു എഴുത്തിൽ അങ്ങനെ പരസ്പരം ഇടപെടുകയല്ല, പക്ഷേ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരുപാട് സമയം കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുഴുവൻ ഒരാൾക്ക് അതിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊരാൾ ആ സോഷ്യൽ മീഡിയയൊക്കെ നോക്കി എന്താണ് നമ്മുടെ സാഹിത്യത്തിൽ സംഭവിക്കുന്നത്, എന്താണ് പുതിയ എഴുത്തുകൾ, എങ്ങനെയാണ് ഈ പുതിയ എഴുത്തുകാരുടെ രീതികൾ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കത് പറഞ്ഞു തരാനുള്ളത് ശുഭയാണ്. അപ്പോൾ ഇതേവരെ വലിയ എന്താ പറയുക കോലാഹലങ്ങളും വിപ്ലവങ്ങളും അടിപിടികളൊന്നും ഇല്ലാതെ സാഹിത്യത്തിൻ്റെ പേര് ഈ മറ്റേ കറിയുടെ പേരിലും ഉപ്പിയരുടെ പേരിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ വാക്കുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ. ശുഭേച്ചി നന്ദേട്ടനും കൂടി ഒന്നിച്ച് പ്രണയത്തെക്കുറിച്ചുള്ള എന്താ 1024 കുറുക്കുവഴികളോ അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സത്യത്തിൽ ഞങ്ങളത് ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം പ്രസിദ്ധീകരിച്ച പുസ്തകമാണോ? അത് പ്രസിദ്ധീകരിച്ച കറന്റ് ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. പ്രണയം 1024 കുറുക്കുവഴികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുസ്തകം വന്നതിന് ശേഷം ഒരുപാട് പേര് വിളിച്ചിട്ട് ചീത്ത പറയുകയും ചെയ്തു. കാരണം വല്ല കുറുക്ക് വഴി ഉണ്ടോന്ന് നോക്കിയിട്ടാണ് ഒരുപാട് പേര് ആ പുസ്തകം കണ്ടില്ല വായിച്ചത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കുറുക്ക് വഴിയൊന്നും ഇല്ലാത്ത കാരണം ഒരുപാട് പേര് ഞങ്ങളെ രണ്ടുപേരും വിളിച്ച് ചീത്ത പറയുകയും ചെയ്തു. അപ്പോൾ പ്രണയത്തിൽ പ്രത്യേകിച്ച് കുറുക്ക് വഴിയൊന്നുമില്ല, അത് നേരിട്ട് ഉള്ളൊരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൻ്റെ സന്ദേശം. അപ്പോൾ അത് ഞാൻ ഈ വയനാട്ടിൽ കുറച്ചു കാലം നമുക്ക് ഈ ഒളിവിൽ ജീവിക്കുക എന്ന് പറയുന്ന പോലെ, ഒളിവ് ഇൻ ദ കളവ് എന്നൊക്കെ പറയുന്നത് സംഘകാല സാഹിത്യത്തിലെ ഒരു സങ്കല്പം, കളവിലുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഷഫിൾ നോവൽ പോലെയാണ് നമ്മളത് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരുടെയും അനുഭവങ്ങൾ, കവിതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓഡ് നമ്പർ ചാപ്റ്റേഴ്സ് 1, 3, 5 മുതലായ അധ്യായങ്ങളിൽ അതുണ്ടാവും. ബാക്കി അതിന് സമാന്തരമായിട്ട് തന്നെ ഈ സംഘകാലം എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ഭൂപ്രകൃതിയിലും അന്നത്തെ ഒരു എന്താ പറയുക കഥയുടെയും കവിതയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നടന്ന ഒരു മനുഷ്യൻ്റെ യാത്രയും അന്വേഷണവും, അതും പ്രണയത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ 2 കഥകൾ പ്രത്യേക തരത്തിൽ മിക്സ് ചെയ്ത്, അത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫോമിലുള്ള ഒരു പരീക്ഷണമല്ല, ഫോമിലുള്ള നമുക്കപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഐഡിയ പരീക്ഷിച്ചതും കൂടിയാണത് സംഗതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ളൊരു സംഗതി തോന്നിയിട്ടില്ല. ഓക്കെ, ചന്തയിൽ അത്ര തിളക്കമാർന്ന ഒരു പുസ്തകമായിട്ട് നന്ദേട്ടൻ്റെ കഥകൾ കാണുന്നില്ല എന്ന് PF മാത്യൂസിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. സാഹിത്യ ചന്തയിൽ അത്ര തിളക്കമില്ലാത്ത കഥകൾ എഴുതിയ നന്ദകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈ പട്ടത്ത് വിള അല്ലെങ്കിൽ M. സുകുമാരൻ, PK നാണു, UP ജയരാജ്, ഇതിൻ്റെയൊക്കെ ഒരു ശ്രേണിയിൽ പെട്ട ഒരു ഒറ്റയാൻ എഴുത്തുകാരനായിട്ടാണ് എനിക്ക് നന്ദേട്ടനെ ഫീൽ ചെയ്യുന്നത്. എന്താ അതിനെ പറ്റിയത്? അതൊരു പ്രശ്നം പിടിച്ചൊരു സംഗതിയാണ്. കാരണം ഈ ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുത്തുകൾ ഉള്ളത് കൊണ്ടും ഇപ്പം നമ്മളത് പ്രിൻ്റ് ചെയ്യണമെന്ന് പോലുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഫേസ്ബുക്കിലൊക്കെ തന്നെ കഥയും കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ കൾച്ചർ ഇൻഡസ്ട്രീൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കോലാഹലങ്ങൾ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മളാകെ അത്
പരിഭ്രാന്തരായി പോകും. അത്രമാത്രം ഒച്ചയും ബഹളമൊക്കെ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചിട്ടും ഉണ്ടാകും. അതിന് നമുക്ക് ഒരിക്കലും മറ്റേ ഗ്രന്ഥകർത്താക്കന്മാരെ കുറ്റം പറയാനും സാധിക്കില്ല. പക്ഷേ ഇതിനെ പരിപൂർണമായിട്ടും ഇതിനൊരു എന്താ പറയുക കച്ചവട ചരക്ക് ഒരു പ്രോഡക്റ്റായി മാറ്റിയിട്ടുള്ളൊരു പ്രവണത നമ്മുടെ സാംസ്കാരിക ചന്ത എന്ന് തന്നെ പറയാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നല്ലതും പതിരും ഒക്കെ തിരിച്ചെടുക്കാനും വലിയ വിഷമാണ്. അതിന് മാത്രമുള്ള സമയമൊന്നും നമുക്കില്ല. അല്ല, ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ എഴുത്തുകാരന് കയ്യൊപ്പോട് കൂടി നീണ്ട ക്യൂവിൽ ആൾക്കാർ നിന്ന് പുസ്തകം വാങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. അല്ല, അതൊക്കെ വിറ്റുപോകുന്നതും ആളുകൾ വായിക്കുന്നതും അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല സാഹിത്യം ചീത്ത സാഹിത്യം എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നുള്ളതും അതിൻ്റെ അതിർവരമ്പുകൾ എന്താണെന്നുള്ളതൊക്കെ വേറെ വലിയൊരു വിഷയവും ചർച്ചയൊക്കെയാണത്. പക്ഷെ പൊതുവെ എന്താ പറയുക, നമ്മൾ സത്യം പറയാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഈ ക്രിയേറ്റീവായിട്ടുള്ള വ്യാകരണത്തിനെ തകർക്കലല്ല, മറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണം പോലും അറിയാതെ അങ്ങനെ എഴുതി വിടുന്ന ഒരുപാട് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ UP ജയരാജോ, TR അല്ലെങ്കിൽ PK നാണു, വിക്ടർ ലീനസ് ഇതുപോലത്തെ എഴുത്തുകാർ, അതന്ന് ഒരു ആധുനികതയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള എഴുത്തുകാരാണ്. അവർക്കെല്ലാം തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. വേറെ തരത്തിൽ നമുക്ക് പറയാം, അങ്ങേയറ്റെന്നുള്ളൊരു മുദ്രാവാക്യം രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ പൊളിറ്റിക്കലായിരുന്നു. അങ്ങനെയുള്ള കൺസേൺസ് അവർക്കുണ്ടായിരുന്നു. ചിന്തയുടെ ഒരു എന്താ പറയുക ഒരു ബാക്ക് ഡ്രോപ്പ് അവരുടെയൊക്കെ വർക്കിനകത്തുണ്ടായിരുന്നു. എഴുത്ത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം വാശി പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഒരു സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു അനന്യത, ഒരു യുണീക്നെസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അവരുടെയൊക്കെ എഴുത്തിലുണ്ടായിരുന്നു. അതാണ് അവരെ മാറ്റി നിർത്തിയത്. പക്ഷെ അതുകൊണ്ട് തന്നെയുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അങ്ങേയറ്റം ഒറ്റപ്പെട്ടവരോ അല്ലെങ്കിൽ വേറെന്തോ ഒരു എന്താ പറയുക ബുദ്ധിജീവിപരമായിട്ടുള്ള എഴുത്തുകാരാണെന്നൊക്കെയുള്ള രീതിയിൽ അവരെ വേറെ തരത്തിൽ തമസ്കരിക്കുക എന്ന ഒരു പരിപാടി കൂടി നടന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു കാറ്റഗറിയിൽ വന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ഏത് എഴുത്തുകാരനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഏത് കലാകാരനെ സംബന്ധിച്ചോളം കൂടുതൽ വായിക്കപ്പെടണം, കൂടുതൽ ആസ്വാദകരുണ്ടാവണം എന്നൊക്കെ തന്നെയാണല്ലോ ആഗ്രഹം. അപ്പോൾ അത് എനിക്കറിയില്ല. ഇതിപ്പോൾ PF മാത്യൂസ് ഇപ്പോൾ എൻ്റെ പുതിയ കഥാസമാഹാരം പൂച്ചകളുടെ തീവണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ചന്തയും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും അതിൻ്റെ വൈരുദ്ധ്യത്തിൻ്റെയും സംഘർഷത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ എല്ലാ കാലത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ചില പ്രധാന നമുക്ക് തന്നെ അറിയാം, കാഫ്കയുടെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എത്രയോ നമ്മൾ അങ്ങനെ സ്വയം കമ്പയർ ചെയ്യുന്ന എത്രയോ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരനൊക്കെ ആയിട്ടൊക്കെ ആളുകൾ തിരിച്ചറിയുന്നതും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല അത് വേറെ വലിയൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, ഈ ഞാൻ നന്ദേട്ടൻ്റെ കഥ ആദ്യമായി കേൾക്കുന്നത് ഈ സോമൻ മാഷ് പല ചർച്ചകൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഷൗക്കത്ത് അലി, അല്ലെങ്കിൽ ഇത്തരം എൻ്റെ ഒരു സീനിയറായുള്ള ഒരു എഴുത്തുകാരും എൻ്റെ ഏട്ടന്മാരുമായുള്ള ആൾക്കാരാണ് ഇങ്ങനെ കഥാകൃത്തുണ്ട്. അപ്പോൾ സോമൻ മാഷ് പലപ്പോഴും ഈ കഥേനെക്കുറിച്ച്, ശൂന്യാശ്രമം എന്ന കഥയെക്കുറിച്ചൊക്കെ പല സുഹൃത്തുക്കളോടും ഇപ്പം ഓൾഗ വാർന്നൊക്കെ ഈ കഥേനെക്കുറിച്ച് ഭയങ്കര ചർച്ച നടന്നെന്നുള്ളത് ഞാൻ കേട്ടറിവാട്ടോ. അപ്പോൾ അന്ന് സാംസ്കാരിക വിമർശകനായ സോമൻ മാഷ് ഇങ്ങനെ കഥേനെ പറ്റി സീരിയസ് ആയിട്ട് പഠനം, NS മാധവന്റെ കപ്പിത്താന്റെ മകളെ കുറിച്ചൊക്കെ വളരെ ഒറ്റക്കഥാ പഠനമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എന്താ ഇഷ്ടം ഈ ഭയങ്കര കഥയാണല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സോമാഷ നമ്മളെ ഒരുപാട് സ്വാധീനിച്ച മനുഷ്യനാണ്. അപ്പം എന്താ സോമാഷെ കുറിച്ചിട്ടും ഈ അക്കാലത്തെ ഒരു ഇത്തരം സോമൻ മാഷായിട്ട് എനിക്ക് അങ്ങനെ വളരെ നേരിട്ട് അടുത്ത ബന്ധമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം മാഷ് നിങ്ങളെ ശരിക്കും ശ്രദ്ധിച്ച ഒരാളായിരുന്നു തോന്നുന്നു. അതെ, കാരണം എനിക്ക് ഓർമ്മയുണ്ട് സോമൻ മാഷ് കുറച്ച് കഥകളുടെ ഒരു പുസ്തകം, ഒരു കളക്ഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒറ്റത്തവണ അത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. NS മാധവന്റെ കഥ അന്ന് അങ്ങനെ എഴുതുന്ന, എന്നെ പോലെ ഇങ്ങനെ പുതുതായിട്ട് എഴുതുന്ന മാഗസിൻ ഒരു ആർമോഹൻ ആയിരുന്നു എഡിറ്റർ. അതെ. അപ്പം അതിനകത്ത് ഈ ശൂന്യാസനം എന്ന് പറഞ്ഞ കഥയെക്കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനം
ദീർഘമായൊരു പഠനം സോമൻ മാഷാണ് ചെയ്തിട്ടുള്ളത്. അന്ന് എനിക്ക് സോമൻ മാഷ അറിയില്ല, മീൻസ് ഒരു നേരിട്ട് പരിചയമില്ല. കാരണം അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇടയ്ക്ക് അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരുന്നു. അങ്ങനെ ഒരു തവണ മാത്രമാണ് ഞാൻ സോമൻ മാഷെ കോഴിക്കോട് വെച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ സോമൻ മാഷെ അതിനെ ആകർഷിച്ച അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് സോമൻ മാഷ് ആകർഷിച്ചത്. സോമൻ മാഷിന്റെ സാംസ്കാരിക പഠനങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലൊക്കെ ഉള്ള തീഷ്ണത എന്തുകൊണ്ടോ ഈ ശൂന്യാസനം എന്ന കഥയിലും അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചിരിക്കണം. കാരണം അന്ന് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഇത് പ്രത്യക്ഷമായ വ്യാപകമായിട്ടുള്ളൊരു ശക്തിയായിട്ടൊന്നും ഫാസിസം ഒന്നും വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ചെറിയ ശാഖകളും നമ്മുടെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ഇതിലൊക്കെ വിശ്വസിക്കുന്ന പൊതുവെ നമ്മൾ പറയാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, എന്നാൽ പ്രത്യക്ഷത്തിൽ നിരുപദ്രവകാരികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള. പക്ഷെ അന്ന് തന്നെ അതെന്നെ എങ്ങനെയോ അതിങ്ങനെ അത് ഉണ്ടാക്കിയൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് നമുക്ക് അറിയില്ല ഇത് ഇന്ന് രൂപത്തിലായിരിക്കും, നമ്മൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നു ഒന്നും അന്ന് നമ്മുടെ ഒരു ഈ കൗമാരത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലെങ്കിൽ പോലും അതുണ്ടാക്കിയൊരു ഭയമുണ്ട്. ആ ഭയത്തിനെ നമ്മുടെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഹിംസാത്മകതയെ ഈ ശൂന്യാസനം എന്ന പറഞ്ഞ കഥയിൽ എങ്ങനെയോ എനിക്കത് ചെയ്യാൻ ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഈ തിന്മ എന്ന് പറയുന്നതിനെ സമൂഹത്തിലെ ഒരു സാർവത്രികമായിട്ടുള്ള നിയമമാക്കി മാറ്റുക അത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും നമ്മൾ ബുദ്ധിപരമായി ഒക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിരാശ തോന്നുമെങ്കിലും ഹൃദയം കൊണ്ട് നമ്മളിപ്പോഴും ഗ്രാംഷിയൊക്കെ പറഞ്ഞതുപോലെ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ശൂന്യാസനം എന്നുള്ളൊരു കഥ അങ്ങനെയല്ല അവസാനിക്കുന്നതെങ്കിൽ പോലും ആ ഒരു കഥയുടെ ഒരു തീക്ഷ്ണ രാഷ്ട്രീയം തന്നെ ആയിരിക്കണം സോമൻ മാഷെ പോലെ. സോമൻ മാഷിന്റെ പഠനമാണ് ആ കഥയെക്കുറിച്ച് പറഞ്ഞുള്ള ഏറ്റവും നല്ല. അതേമാതിരി തന്നെ നന്ദേട്ടൻ്റെ കഥകൾക്ക് ഇല്ലിസ്ട്രേഷൻ നടത്തുന്ന സുനിൽ അശോകൻ, സുനിയേട്ടൻ്റെ അടുത്ത സുഹൃത്തായോണ്ട് സുനിയേട്ടനെ പറയും നന്ദൻ്റെ പുതിയ കഥ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ നന്ദേട്ടൻ്റെ കഥകളെ കുറച്ചുകൂടി പരിചയപ്പെടുന്നത്. അതെ, ഞാൻ ഈ കാളിദാസന്റെ മരണം എന്നുള്ള നോവല് ഭാഷാഭൂഷണിൽ വന്ന സമയത്ത് അതിന്റെ ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചത് സുനിൽ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ഈ ഓണപ്പതിപ്പ് ദേശാഭിമാനിയുടെ ഒക്കെ ഓണപ്പതിപ്പിൽ വരുന്ന സമയത്തൊക്കെ സുനിലിന്റെ വരകൾ ആ മെലിഞ്ഞ രൂപങ്ങൾ ഒക്കെ തന്നെ എങ്ങനെയോ വളരെ നിസ്സഹായരായ മനുഷ്യരെ, അതെ അത് എങ്ങനെ എൻ്റെ കഥാപാത്രങ്ങളുടെ ഒരു നിസ്സഹായതയും അവരൊരു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് അവരൊക്കെ പൊതുവെ. അതെങ്ങനെ സുനില് അബോധാത്മകമായിട്ട് തന്നെ അത് പിടിച്ചെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് സുനിലിന്റെ വരയെന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ വായില്ലാക്കുന്നിൽ അപ്പനിൽ തുടങ്ങി പിന്നെ പൂച്ചയുടെ തീവണ്ടിയിൽ എത്തി നിൽക്കുക. അപ്പോൾ ഈ ജീവിതം എന്താണ് പൂച്ചകളുടെ തീവണ്ടി എന്ന പുതിയ പുസ്തകത്തെ കുറിച്ചൊന്ന് പറയും. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തൊക്കെ മുടങ്ങി പിന്നെ നമ്മൾ രണ്ടാമത് എഴുതാൻ തുടങ്ങിയ സമയത്ത് വന്നിട്ടുള്ളൊരു പുസ്തകമാണത്. ഇപ്പം എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനെ എഴുത്തുകാരനായിട്ടൊക്കെ തുടരാം, കഥകളൊക്കെ എഴുതാം എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞൊരു 1.5-2 വർഷത്തിനകത്ത് ആനുകാലികങ്ങളിൽ വന്നിട്ടുള്ളതും ആളുകൾക്ക് പൂച്ചകളുടെ തീവണ്ടിയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ അത്തരം ഒരു കഥകളുടെ ഒരു സമാഹാരമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള. ഇപ്പോൾ 10 കഥകളുണ്ട്. നേരത്തെ പ്രസിദ്ധീകരിച്ച കഥകളാണ് എല്ലാം, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച കഥകളാണ്. അതിൽ അവസാനത്തെ കഥ മറ്റേ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു കഥയാണ്. ഈ ഒമാൻ ഒക്കെ പരിസരമായിട്ടുള്ള ജിന്നുകളുടെ രാത്രി എന്ന് പറയുന്ന ഒരു കഥ. അപ്പോൾ അത്തരം ഒരു കഥകളുടെ ഒരു 10 കഥകളുടെ ഒരു സമാഹാരം. അതിനകത്ത് എൻ്റെ എഴുത്ത് ഞാൻ തന്നെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ വിട്ടുനിന്ന് മാറി നിന്ന് നോക്കുമല്ലോ, നമ്മളീ മാറി നിന്ന് നോക്കുന്ന വായനക്കാരൻ സൃഷ്ടി മാറി നിന്ന് നോക്കുക, ഒരു മൂന്നാമതൊരാളായിട്ട് വായനക്കാരൻ പോലെ അല്ലാതെ നോക്കുന്ന സമയത്ത്
കുറേയൊക്കെ വ്യത്യാസങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ കഥകളെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആരോപണം അത് അങ്ങേയറ്റം സങ്കീർണമാണ്, ദുർഗ്രഹമാണ്, ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് ഈ ആളുകൾ എന്താണെന്നുള്ളതും അവരുടെ വായന എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് കഥയാണെന്നുള്ളത് കൊണ്ടും ആ കഥ പരമാവധി ഇത് ചന്തയുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും വായനാശീലങ്ങൾ വ്യത്യാസമുണ്ടാവും. ചില വായനക്കാരെ ഒരിക്കലും എൻ്റെ പുസ്തകം വായിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരു വായന നമ്മുടെ പുസ്തകത്തിന് ഗുണം ചെയ്യുന്നു, അവർക്ക് എൻ്റെ പുസ്തകം കൊണ്ടൊരു ഗുണം ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. മീൻസ് അവരുടെ ഒരു ഇമാജിനേഷനകത്തോ വായനാ സംസ്കാരത്തിനകത്തൊന്നും. പക്ഷേ അല്ലാത്ത രീതിയിൽ ഇന്നിപ്പോൾ ഉള്ള നമ്മുടെ വായനക്കാരെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ കഥയും കവിതയും മാത്രമല്ല, അതിനകത്തും സയൻസ് നോക്കുന്ന ആളുകളുണ്ട്, എക്കണോമിക്സ് നോക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഫിക്ഷൻ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, കവിത നോക്കുക ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് പോലും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എനിക്ക് തോന്നുന്നു ഈ കഥകളിൽ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അതൊക്കെ ഇനിയിപ്പോൾ വായനക്കാർ പറയേണ്ടതുണ്ട്. കാരണം പുസ്തകം ഇറങ്ങിയിട്ട് 2-3 ആഴ്ച 2 ആഴ്ചത്തെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എ നന്ദകുമാറിൻ്റെ കുറിച്ചാണ്. എ നന്ദകുമാർ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. നന്ദകുമാറിൻ്റെ കഥാപാത്രമാക്കിയിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പം നന്ദേട്ടൻ എങ്ങനെയാണ് ഇത്തരം ഈ മരിച്ചുപോയ സുഹൃത്തുക്കളൊക്കെ ഓർമ്മിച്ചെടുക്കാനാണോ അല്ലെങ്കിൽ അവരെ തമ്മിലുള്ള അനുഭവമാണോ ഈ കഥയായി മാറുന്നത്? അത് എൻ്റെ പേര് എം നന്ദകുമാർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ പേര് എ നന്ദകുമാർ എന്നാണ്. അതിനകത്തൊരു മുറുക്കത്തിൻ്റെ വ്യത്യാസം ആണ് ഉള്ളത്. അപ്പം നന്ദേട്ടനുമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ നഗരങ്ങളിൽ, എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, ഓരോ നഗരങ്ങളിൽ പെട്ടെന്ന് അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം പോലെയാണ് നന്ദേട്ടനെ കാണാറുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഊണും ബോണസും ചില കൈപ്പിഴകളും എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാസമാഹാരമാണ്. ആള് ഇക്കണോമിക്സിൽ ബിരുദധാരിയും ഇക്കണോമിക്സിൽ വലിയ എനിക്കറിയാത്തൊരു മേഖലയാണ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഇതൊക്കെ അറിയാം. പക്ഷെ ജീവിത രീതി, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അതൊക്കെ വേറെ കാര്യങ്ങൾ. അതൊക്കെ അങ്ങനെ നടന്നു പോകുന്ന സമയത്തും ഏതോ തരത്തിൽ 2 നന്ദകുമാർ തമ്മിലും ഒരു അഗാധമായിട്ടുള്ളൊരു സ്നേഹം കലർന്നൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണുന്ന സമയത്തൊക്കെ തന്നെ ആളിങ്ങനെ പറയും, എടാ ഒരേ നഗരത്തിൽ 2 നന്ദകുമാർ വാഴില്ല എന്ന് പറയും, ഒരേ കാട്ടിൽ 2 സിംഹങ്ങൾ വാഴില്ല എന്ന് പറയുന്നത് പോലെ ഒരേ നഗരത്തിൽ 2 നന്ദകുമാർ വാഴില്ല, നീ പെട്ടെന്ന് സ്ഥലം വിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകളും ഞാൻ വേറൊരു സന്ദർഭത്തിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ആളൊരു കുപ്പി വെളിച്ചെണ്ണ മുഴുവൻ കുടിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ, എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുക, അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സംഭവങ്ങൾ. അതൊക്കെ ഉള്ള സമയത്ത് തന്നെ എന്നോടുള്ള ഒരു അനിയനോട് എന്നുള്ള രീതിയിലുള്ള ഒരു വാത്സല്യം, സ്നേഹം, അതൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മരണക്കറിയാലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എൻ്റെ ഉള്ളിലൊരു ആഘാതം നമുക്ക് സൃഷ്ടിക്കുന്നത്, എല്ലാ മരണവും ഒരു ആഘാതം സൃഷ്ടിക്കും. പക്ഷെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള എന്നെ അസ്വസ്ഥമാക്കിയിട്ടുള്ളൊരു ജീവിതവും മരണവും ഒക്കെ ആയിരുന്നു എ നന്ദകുമാറിൻ്റെ. അപ്പം എൻ്റെ തന്നെ വേറൊരു അപരനായിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന വേറൊരു രൂപം പോലെ തന്നെയാണ് ആ കഥയ്ക്കകത്ത് ഞാൻ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അത് യഥാർത്ഥത്തിൽ ആ കഥ നഷ്ടക്കണക്കുകാർക്കൊരു ജീവിത സഹായി, അതിൻ്റെ അങ്ങനെ ഒരു കഥാസംഹാരം ഇറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നന്ദേട്ടനോടുള്ള എ നന്ദകുമാറിനോടുള്ള ഒരു സ്നേഹാഞ്ജലിയായിട്ട് എഴുതിയിട്ടുള്ള കഥയാണ്. അതൊരു വെറും സ്മൃതിയും ഒന്നുമല്ല. അങ്ങനെ ഈ കലാകൗമുദിയിലെ എഡിറ്റർ ജയേന്ദ്രനാർ നല്ല അയാൾ ഒരുപാട് ജയന്തനാർ എഡിറ്റർ ആകുന്ന സമയത്ത് ഒരുപാട് കഥകൾ, പിന്നെ മലയാളത്തിലേക്ക് വന്ന സമയത്തും നന്ദേട്ടൻ എങ്ങനെയാണ് ജയന്തനാർ ഈയിടെ ആണല്ലോ മരിച്ചത്, ആ ഒരു അനുഭവം എന്താ ജയന്തനാരായിട്ടുള്ള ഒരു മരണങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു പറയാനുള്ള ഇതല്ല എങ്കിൽ പോലും എൻ്റെ കഥകൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ആദരവും നന്ദിയും. കാരണം നമ്മളിത് അയച്ചു കൊടുത്ത പ്രസിദ്ധീകരിക്കലൊക്കെ വളരെ
അന്നത്തെ കാലത്ത് അതെ. ഇത്രമാത്രം എഴുത്തുകാരും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതിയിട്ടുള്ള ഈ പ്രണയം 1024 കുറുക്കോഴികൾ എന്ന നോവലിന് ഒരു നല്ല അവതാരിക അദ്ദേഹമാണ് എഴുതി തന്നത്. എന്നെ പല സമയത്തും എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഇത് കണ്ട് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും മറ്റേ എഴുത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒപ്പം പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഒപ്പം നിന്നിട്ടുണ്ട്. എനിക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് ഈ വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എന്നുള്ള കഥ വന്ന സമയത്ത് അതിനകത്ത് മലയാളത്തിലാണ് വന്നല്ലേ, മലയാളം വാരികയിലാണ് വന്നത്. ഉണ്ട് അച്ചടിത്തെറ്റുകൾ, അതെനിക്ക് വലിയ പ്രശ്നമായി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പോയി പറയും, നമ്മൾ ഈ വർഷത്തിൽ ഒരു കഥയൊക്കെ എഴുതുന്ന ആളാണ്, അതിന് നിങ്ങൾ ഈ അച്ചടിത്തെറ്റായിട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവണ സംഭവമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു കലഹം ഉണ്ടാക്കണ മട്ടിൽ അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ തന്നെ ആൾ ഇത് കൈകാര്യം ചെയ്തിരുന്ന ആളുണ്ട്, ഞാൻ പേര് പറയുന്നത് നമ്മുടെ ടി വിക്കകത്തുള്ള വലിയൊരു എൻ്റെ സുഹൃത്താണ്, വാർത്താവതാരകനൊക്കെ ഉള്ളൊരു കക്ഷി. അയാളെ അപ്പം തന്നെ വിളിച്ച് ഇവർ പറയണത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ്, നന്ദൻ പറയണത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ എഡിറ്ററും ഈ സബ് എഡിറ്ററും ഞങ്ങൾ അങ്ങനെയാണ് ആദ്യം കാണുന്ന സുഹൃത്തുക്കളാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എഴുത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഈ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത്. ബാക്കിയെല്ലാം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ കഥ എഴുതി തുടങ്ങുന്ന സമയത്തുള്ള 3-4 കഥകൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ ഏത് സമയത്താണ് എഴുത്ത് ഉപേക്ഷിച്ച് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അന്നേ എഴുത്ത് നിർത്തുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അച്ചടിക്കാത്ത കഥകൾ ഒരു പക്ഷേ വിദ്യാർത്ഥി കാല ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ലേ, അച്ചടിക്കാൻ പറ്റും അല്ലേ, എല്ലാ കഥകളൊന്നും അച്ചടിച്ച് വന്നിട്ടും ഉണ്ടാവില്ല. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആസ്ഥാന കഥാകൃത്ത് എന്നൊക്കെയുള്ള ഒരു പട്ടൊക്കെ ഉണ്ട് നന്ദേട്ടന്. അത് ഞാനത് പ്രീ ഡിഗ്രി തൊട്ടിട്ട് നമ്മൾ ആ പട്ടം വിടാതെ എഞ്ചിനീയറിംഗ് കഴിയുന്നവരാ. അന്ന് മത്സരത്തിലൊക്കെ അതെ അത് ഉണ്ടായിരുന്നു. അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ ആയിരുന്നു അല്ലേ? അതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ എല്ലാ കഥകളൊന്നും ഇപ്പൊ കയ്യിലില്ല. ചില കഥകളുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ അത് പ്രസിദ്ധീകരിക്കണോ എന്നുള്ളതും എനിക്ക് അറിയില്ല. കാരണം അന്നത്തെ നമ്മുടെ ഒരു വായനേന്റെയും ബോധത്തിന്റെ ഒക്കെ രീതിയിൽ എഴുതുന്ന കഥകൾ അതിങ്ങനെ അത്ര വലിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കഥകളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എങ്കിലും അതിനകത്ത് ഭേദപ്പെട്ട ഇപ്പൊ വായിച്ചു കഴിഞ്ഞാലും വേറെ ആരോ ആണത് എഴുതിയെന്നുള്ള രീതിയിൽ വായിക്കുന്ന സമയത്ത് എന്നെ ആകർഷിക്കുന്ന കഥകൾ ചിലതുണ്ട്. അതെന്ത് ചെയ്യണമെന്നൊന്നും ആലോചിച്ചിട്ടില്ല, അതിനെ കുറിച്ചിട്ടൊന്നൊരു ആലോചന ഉണ്ടായിട്ടില്ല. നന്ദേട്ടൻ്റെ ഇനിയുള്ള എഴുത്ത് ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം ഡയലോഗ് കൂടി വേണ്ടിയിട്ടുള്ള ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. സന്തോഷം പ്രകാശ്. ഓക്കെ.